കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ അതിന് 4 ടൈപ്പ് ഓഫ് അക്കൗണ്ടിംഗ് ആണുള്ളത്, ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം ഇന്ന് എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ്. ദ ഫോളോയിങ് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. പിന്നെ ആദ്യത്തെ വന്നിട്ട് ടു മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് ബിസിനസ്, അതായത് ബിസിനസ്സിൻ്റെ റെക്കോർഡ്സൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. എന്നാലാണ് നമുക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചു, അതിൻ്റെ ബില്ല് നോക്കണം, അവർക്ക് എത്ര പേ ചെയ്യാനുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മളത് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്കത് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ഡൺ ടു കീപ്പ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ അത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓരോ കാര്യങ്ങളും നമ്മളതിൻ്റെ കറക്റ്റ് വേയിൽ കറക്റ്റ് സ്ഥലത്തും ഒക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇപ്പോൾ ഡേറ്റ് വൈസ് ആണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിലൊരു ബില്ല് കിട്ടി, ഇന്നലത്തെ ഡേറ്റിലൊരു ബില്ല് കിട്ടി. അപ്പോൾ ഇന്നലെ നമ്മൾ എൻട്രി ഇടാൻ മറന്നു പോയെങ്കിൽ ഇന്നത്തെ ഡേറ്റിൽ ബില്ല് കിട്ടിയിട്ട് അതാദ്യം ഇടുമ്പോഴത്തേക്കും നമുക്കത് വ്യത്യാസം വരും, അങ്ങോട്ട് ഡേറ്റിന് വ്യത്യാസം വരും, പ്രശ്നവും. അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ ബില്ല് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് അത് എഴുതിയിട്ട് വേണം ഇന്നത്തെ ഡേറ്റിലത്തെ എഴുതാനായിട്ട്. അപ്പോൾ അതേപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകണമെന്ന് പറയുന്നത്. പിന്നെ വി ഹാവ് സീ ദാറ്റ് അക്കൗണ്ടിങ് എമറേജ്ഡ് ആസ് ആൻ എയ്ഡ് ടു ഹ്യൂമൻ മെമ്മറി. എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് എപ്പോഴും ഒരു മനുഷ്യൻ്റെ അപ്പോൾ എമറേജ്ഡ് പറഞ്ഞാൽ പുതിയതായിട്ട് ഉണ്ടാക്കി വരുന്നതാണ്. ഇപ്പോൾ നമ്മളെല്ലാം കണ്ടുവരുന്നത് അക്കൗണ്ടിങ് വെച്ചാൽ പുതിയതായിട്ട് ഓരോന്നും ഉണ്ടാക്കി വരുന്നതാണ്. ആസ് ആൻ എ ടു ഹ്യൂമൻ മെമ്മറിയിലേക്ക് അത് ഫീഡായിരിക്കും. ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിന് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കാര്യം ചോദിച്ചാൽ അവർക്കത് പറയാനാണെങ്കിൽ അവരത് ടൈപ്പ് ചെയ്താൽ അവർക്കത് ഫീഡ് കാണും. ഇന്ന ആളുടെ ബില്ലിൽ ഇവർക്ക് ഈ ബില്ല് വന്നിട്ടുണ്ടോ എന്നൊക്കെയാണെങ്കിൽ അവർക്കത് ഫീഡാവും. ഇത് വന്നിട്ടുണ്ടോ ഓർമ്മയുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് പറയും. അപ്പോൾ അത് ഹ്യൂമൻ മെമ്മറി, ഇപ്പോൾ ഒരു അക്കൗണ്ട്സിൽ അവർ ചെയ്യുകയാണെങ്കിൽ അവർക്കത് മെമ്മറിയിലോട്ടും അത് ഫീഡാവും ആ കാര്യങ്ങളൊക്കെ. അതാണ് പറയുന്നത്. പിന്നെ മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട്സ് ഹാസ് ബിക്കം എസെൻഷ്യൽ ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺ. മീൻസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് എസെൻഷ്യലൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സിൻസ് ദെയർ ഈസ് എ സെപ്പറേഷൻ ബിറ്റ്വീൻ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ കോർപ്പറേറ്റ് എൻറ്റിറ്റി. ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആണെങ്കിൽ അവിടെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആണ്, ഒന്നല്ല, വേറെ വേറെയാണ് വരുന്നത്. പിന്നെ it become necessary for giving information to the owners as to what is going on the organization. എന്ന് വെച്ചാൽ അതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. ഇറ്റ് ബിക്കം നെസസറി, ഭയങ്കര ആവശ്യമാണ് നമുക്കത്. നെസസറി എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമാണ്. ഫോർ ഗിവിങ് ഇൻഫർമേഷൻ ടു ദ ഓണേഴ്സിന് നമ്മൾക്കത് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണ്. as to what is going on the organization. അപ്പം ഓർഗനൈസേഷനിൽ വന്നിട്ട് അത് ഭയങ്കര അത്യാവശ്യമാണ്. അതായത് ഓർഗനൈസേഷനിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുള്ള ഓണേഴ്സ് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ളത്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ സെക്കൻഡ് പോയിന്റ് വന്നിട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സാറ്റിസ്ഫൈ ദി റിക്വയർമെൻറ്റ് ഓഫ് ലോ. അതായത് ഇതിൻ്റെ ലോ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ലോയിൻ്റെ ഇതൊക്കെ എസെൻഷ്യലൊക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഓരോ കാര്യങ്ങളുണ്ടാവില്ല, ഇതിനും ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എസെൻഷ്യലായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇറ്റ് ഹെൽപ്പ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. അതായത് ഫ്രോഡ്സും എറേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഇതാണ് അക്കൗണ്ട്സാണ്. അപ്പോൾ നമുക്ക് ഇത് വന്നിട്ട് ഫ്രോഡ്സും എറേഴ്സും ഒന്നും വരാത്ത രീതിയിൽ നമ്മളത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മളത് കൃത്യമായിട്ട് കാണിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൽ എറേഴ്സും ഫ്രോഡ്സും ഒന്നും ഇല്ല എന്നുള്ളത്. അതുപോലെ നമ്മൾ നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇറ്റ് ഹെൽപ്പ് ഇൻ ദി പെർഫോമൻസ് ഇവാലുവേഷൻ. എന്നുവെച്ചാൽ ഇതിൻ്റെ പെർഫോമൻസ് വന്നിട്ട് നമ്മൾ അതുപോലെ എങ്ങനെയാണോ നമ്മൾ നോക്കുക പെർഫോമൻസ്. ഇപ്പോൾ നമുക്ക് ആദ്യം തൊട്ടിട്ട് ഒരു വർഷത്തെ അറിയണമെങ്കിൽ നമുക്ക് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ കൃത്യമായിട്ട് ഇതെങ്ങനെ വന്നാൽ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അക്കൗണ്ട്സിൻ്റെ. ഒരു എൻട്രി പോലും മിസ് ചെയ്യാണ്ട് കൃത്യമായിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തി വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു എക്സിക്യൂട്ടീവ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽ ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. ഇതെന്ന് വെച്ചാൽ ഓരോ എക്സിക്യൂട്ടീവ് ഉണ്ട്, അക്കൗണ്ട്സിലും ഉണ്ട് എക്സിക്യൂട്ടീവ്. സോ അവർക്കൊക്കെ ഹെൽപ്പാവും ഓരോ ഡിസിഷൻ. ഇപ്പോൾ
ഡിസിഷനൊക്കെ എടുക്കാനായിട്ട് മേക്ക് ചെയ്യാനായിട്ട് ഈ ഓരോ ഇൻഫോർമേഷൻസ് അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ 6 പോയിൻറ്റ്സാണ് നമ്മളിപ്പോൾ നോക്കിയിരുന്നത്. ഒന്നാമത്തേതിൽ ഇതിനാണ് നമ്മൾ ഓരോ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അക്കൗണ്ട് വൈസ് എല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് രണ്ടാമത്തെ നോക്കാം, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇത് വന്നിട്ട് നമുക്ക് പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എനി ബിസിനസ് എൻ്റർപ്രൈസസ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്. കാരണം ഓരോ ബിസിനസ്സുകാരും ബിസിനസ് തുടങ്ങുന്നത് തന്നെ മെയിനായിട്ടും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. അക്കൗണ്ടിങ് ഹെൽപ്പ് ഇൻ അസർട്ടിങ് വെദർ ദ എൻ്റർപ്രൈസസ് ആസ് ഏൺ പ്രോഫിറ്റ് ഓർ സബ്സ്റ്റെയിൻ ലോസ് ഇൻ റണ്ണിങ് ദി ബിസിനസ്. ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ് ടീമിന് മാത്രമാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അവരിപ്പോൾ ഓരോ എൻട്രിയും കൃത്യമായിട്ടുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുമ്പോഴാണ് അവർക്കത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നത്. അതായത് ഇപ്പോൾ കമ്പനി പ്രോഫിറ്റിലാണോ നിൽക്കുന്നത് അതോ ലോസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ അക്കൗണ്ട്സിൽ നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. സോ അവരാണ് ശരിക്കും ഈ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ദിസ് ഈസ് ഡൺ ത്രൂ ദി പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ദി എൻഡ് ഓഫ് ദ പീരിയഡ്. ഇതറിയണമെങ്കിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ടിൻ്റെ അവസാനത്തെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിലൂടെയാണ് നമ്മുടെ കമ്പനി പ്രോഫിറ്റാണോ ലോസ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ചിലവരാണെങ്കിൽ മന്ത്ലി വൈസൊക്കെ അവർ നോക്കും. എന്നുവെച്ചാൽ ഓരോ വലിയ ഇതിലൊക്കെ ആണെങ്കിൽ അവർ നോക്കും. മന്ത്ലി വൈസ് നോക്കി തന്നെ മനസ്സിലാവും കമ്പനി പ്രോഫിറ്റാണോ ലോസിലാണോ എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ചിലവർ വർഷത്തിൽ മാത്രമേ അത് അറിയത്തുള്ളൂ. ചില മാസം ഈ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും നോക്കുന്നത്. മന്ത്ലി വൈസ് പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ലാബിൽ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ വരുന്ന ഇതിലാണ് മന്ത്ലി വൈസ് ഓരോരുത്തർ നോക്കുന്നത്. അതവർക്ക് ബിസിനസ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നടത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, പ്രോഫിറ്റാണോ അല്ല ലോസിലേക്കാണോ പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവരത് മന്ത്ലി വൈസ് നോക്കുന്നത്. അല്ലാത്തവർ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നോക്കുന്നത്. നമ്മൾ ഇയറിൻ്റെ എപ്പോഴാണ് ആ ഒരു സമയത്തൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്തിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ നമുക്ക് നോക്കാം, ഡിപ്ലീഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് ഡിപ്ലീഷൻസ് എന്ന് പറഞ്ഞാൽ ചിത്രീകരണം. അതായത് നമ്മളൊരു കാര്യത്തെ കാണിച്ചു കൊടുക്കുന്നതാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്നാലാണ് നമുക്കത് അറിയത്തുള്ളൂ കമ്പനിയുടെ വശം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ദ ബിസിനസ് മാൻ ഈസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ. ബിസിനസ് മാൻ എപ്പോഴും അറിയേണ്ടത് ഫിനാൻഷ്യലിൻ്റെ പൊസിഷനാണ്. അതായത് ബാലൻസ് ഷീറ്റൊക്കെ നോക്കുമ്പോൾ അസറ്റ് എത്രയുണ്ട്, ലയബിലിറ്റി എത്രയുണ്ട്, ഇനി ക്യാപിറ്റൽ എത്രയുണ്ട് എന്നൊക്കെ അവർക്കത് നോക്കാനായിരിക്കും ബിസിനസ് മാന് കൂടുതൽ താല്പര്യം ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ വേർ ഹീ സ്റ്റാൻഡ്സ്, വാട്ട് ഈ ഓസ് ആൻഡ് വാട്ട് ഈ ഓസ് എന്ന് വെച്ചാൽ അവരെങ്ങനെ ഓൺ ചെയ്യുന്നു അതിൻ്റെയൊക്കെയുള്ള സ്റ്റാൻഡ് അറിയാനായിട്ടാണ് അവർ നോക്കുന്നത്. ദ ഒബ്ജക്റ്റ് ഈസ് സെർവ്ഡ് ബൈ ദി ബാലൻസ് ഷീറ്റ് ഓർ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഇത് സെർവ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലാണ് നമ്മുടെ അസറ്റും ലയബിലിറ്റിയും ഒക്കെ വരുന്നത്. അതിലാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റും കറണ്ട് അസറ്റും എല്ലാ അസറ്റും നമ്മൾ ഇടുന്നതും പിന്നെ എത്ര ലോണുണ്ട്, ലോങ് ടേം ലോൺ, ഷോർട്ട് ടേം ലോൺ, അതായത് ലയബിലിറ്റി, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് നമ്മളതിൽ നോക്കിയാലാണ് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ദ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് ദി ബിസിനസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ബാലൻസ് ഷീറ്റ് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ അസറ്റും ലയബിലിറ്റിയാണ്. അത് ഡേറ്റ് വൈസാണ്. ഏത് ഡേറ്റിൽ എന്തുവാ മേടിച്ചെന്ന് അത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതുപോലെയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. അതിപ്പോൾ ഇല്ല, നമുക്ക് ലാസ്റ്റിലാണ് അത് വരത്തുള്ളൂ. സോ ഇതാണ് ബാലൻസ് ഷീറ്റിന് വേണ്ടി നമുക്ക് അതിൻ്റെ അസറ്റും ലയബിലിറ്റിയും കൂടി നമ്മൾ എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് രണ്ട് സൈഡും ഈക്വലായിട്ട് എമൗണ്ട് കിട്ടണം. അതുപോലെയാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നാലാമത്തെ ടു മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ്. എന്ന് വെച്ചാൽ ഇൻഫോർമേഷന് ഒരുപാട് യൂസേഴ്സിന് അവൈലബിലിറ്റി ആക്കിയിട്ട് കൊടുക്കണം നമ്മൾ. അതാണ്. അപ്പോൾ ദ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻ ഫ്രം records should be communicated to interest parties like owners, creditors, bankers, government employees. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ഒക്കെ വന്നിട്ട് ഓണേഴ്സിനോട് നമ്മളത് പറയും. ഇനി ഇന്നതുപോലെ ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന് നമ്മൾ അവർക്ക് പൈസ കൊടുക്കാനുണ്ട്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചിട്ട് നമ്മൾ അവർക്ക് പൈസ കൊടുക്കാനുണ്ട്. അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവർക്കും നമ്മൾ ഇൻഫർമേഷൻസൊക്കെ കൊടുക്കേണ്ടി വരും. അവർ വിളിച്ചിട്ട് ചോദിക്കും നമ്മൾ ഈ പേയ്മെൻറ്റ് പെൻഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും
നമ്മുടെ അക്കൗണ്ട് ഇൻഫോർമേഷൻ നമ്മൾ അവർക്കും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ബാങ്കിനൊക്കെ ലോണൊക്കെ എടുത്തതും അല്ലാത്തതൊക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് ഷെയർ ചെയ്യും കാര്യം. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ അക്കൗണ്ട്സുമായിട്ട് ബന്ധമെന്ന് വെച്ചാൽ ടാക്സ് ഒക്കെ അടിക്കുന്നതാണ് അവരുടെ ഇതിൽ വരുന്നത്. പിന്നെ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ബോണസ്, പിന്നെ അവർക്ക് സാലറിയൊക്കെ കൊടുക്കുന്നതും എല്ലാം നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ഇതിൽ ബന്ധപ്പെട്ടായിട്ട് കിടക്കും. പിന്നെ എക്സെട്ര. ഈച്ച് ഗ്രൂപ്പ് ഈസ് പ്രൊവൈഡ് വിത്ത് ഇൻഫോർമേഷൻ ടു കാറ്റർ ടു ദ റിക്വയർമെൻറ്റ്. എല്ലാ ഗ്രൂപ്പും വന്നിട്ട് ഓരോ ഇൻഫർമേഷൻ വെച്ചാൽ അവരവരുടെ ഇത് റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഓരോ ഇൻഫർമേഷൻസും വന്ന് അക്കൗണ്ട്സിലേക്ക് അവർ ഇത് ചോദിക്കുന്നത്. സോ അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കിയിരുന്ന 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ച് പോകാം. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ, ദെൻ സീ യു. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ, മോട്ടിവേഷൻ എന്നീ ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആ ചാനലൊന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഞാൻ ഫേസ്ബുക്കിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ വന്നിട്ട് ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലൊക്കെ ക്ലാസ്സുകളൊക്കെ കാണാൻ താല്പര്യമുള്ളതാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.